സ്വാഗതം. അതെ, ഇന്ന് നമ്മളൊരു കോട്ട കാണാൻ പോയാലോ? അല്ല, എന്ത് കോട്ട എന്നാവോ അല്ലേ? നമ്മുടെ യൂറോപ്യന്മാർ നിർമ്മിച്ച ഒരു കോട്ട, പള്ളിപ്പുറം കോട്ട. അപ്പൊ പള്ളിപ്പുറം കോട്ടയുടെ വിശേഷങ്ങളിലേക്കാണ് ഹെറിറ്റേജ് ബൈറ്റ്സ് പോകുന്നത്. അപ്പൊ നമുക്ക് അങ്ങ് ചെറായി ഒക്കെ കഴിഞ്ഞ് മുനമ്പം പള്ളിപ്പുറത്തേക്കാണ് യാത്ര തിരിക്കേണ്ടത്. പോവാം, വരും. ഈ പള്ളിപ്പുറം ഫോർട്ട് ഒക്കെ പോകുന്ന വഴി എന്ന് പറയുന്നത് വൈപ്പിൻ ചെറായി ഭാഗത്ത് നിന്ന് ആ റോഡിൽ നിന്ന് മുനമ്പത്തേക്ക് പോകുന്ന വഴിയാണ്. മുനമ്പമാണ് ശരിക്കും ആ സ്ഥലം. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലമാണിത്. ഒരു തീരദേശ പ്രദേശമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കായൽ പ്രദേശവും കൂടെ ചേർന്നതാണ് ഈ സ്ഥലം. മനോഹരമായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ, നമുക്ക് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. വഴിയരികിൽ തന്നെ കാണാൻ സാധിക്കും കേട്ടോ. അതെ, ഈ കാണുന്നതാണ് പള്ളിപ്പുറം ഫോർട്ടിലേക്ക് തിരിയുന്നത്. ഈ ബോർഡാണ് പള്ളിപ്പുറം ഫോർട്ട്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ, കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഈ പള്ളിപ്പുറം ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് കുറച്ച് അകത്തോട്ട്, ജസ്റ്റ് ഒന്ന് അകത്തോട്ട് വരും, നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊക്കെ കാണാം. ആ കാണുന്നതാണ് പള്ളിപ്പുറം ഫോർട്ട്. നമുക്ക് കുറച്ചൊന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ഇതാണ് ആ പറഞ്ഞ ഈ കോട്ടയിലേക്ക് കയറാനുള്ള പ്രധാന വാതിൽ. ഒരു വാതിലേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു 7 അടി ഹൈറ്റ് ഉണ്ടാവും ഇതിൻ്റെ. എന്തായാലും പക്ഷേ ഇതിൽ നമുക്ക് കാണേണ്ടത്, എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കനമാണ്, ഭിത്തിയുടെ കനമാണ്. ഈ താഴത്തെ ഏറ്റവും ഭിത്തിയുടെ കനം എനിക്ക് തോന്നുന്നു ഒരു 6 അടി, ഒരു 7 അടിയെങ്കിലും കനം ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയ്ക്ക് അന്ന് പണിതതാണ്, ഓർത്തോണം. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം. പള്ളിപ്പുറം കോട്ടയ്ക്കകത്ത് തിരികെ എന്ത് രസമാണെന്നറിയോ കാണാൻ തന്നെ. 6 വശം ഉള്ളത് കൊണ്ട് തന്നെ അകത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. നമ്മളൊക്കെ ഈ എന്താ പറയുക, ഒരു കോട്ടയ്ക്കകത്ത് വന്ന് നിൽക്കുമ്പോൾ വേറെ തരത്തിലുള്ള ഫീലിംഗ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതിൻ്റെ നടുക്കോട്ട് നോക്കിയൊരു സർക്കുലറിലൊരു പോർഷൻ ഉണ്ട്. ഇതെന്തായിരുന്നു എന്ന് അറിയില്ല, നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ചുറ്റും നോക്കിയാൽ അറിയാം, 6 വശങ്ങളുള്ളതുകൊണ്ട് ഒരു വശത്ത് 3 നിലകളായിട്ടാണ് കേട്ടോ. ഒരു വശത്ത് 3 ജനാലകളുണ്ട്. ടോട്ടൽ 18 ജനാലകളുണ്ട്. ഇത് അന്നൊക്കെ ചിലപ്പോൾ പീരങ്കിയൊക്കെ വെക്കാനും, അതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും മുകളിലൊക്കെ എനിക്ക് ദൂരക്കാഴ്ചയ്ക്ക് വേണ്ടി ആയിരിക്കാം. ഇത് ഒരു സൈഡിൽ നമ്മൾ ഇതിൻ്റെ കടൽ ഭാഗം കാണാം, മറ്റൊരു സൈഡിൽ ഇതിൻ്റെ കായൽ ഭാഗം കാണാം. പിന്നീട് മറ്റൊരു സൈഡ് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പെരിയാറൊക്കെ വന്ന് സംഗമിക്കുന്ന ഒരു അഴി, കടലുമായിട്ട് സംഗമിക്കുന്ന ഒരു അഴിമുഖമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ ലക്ഷ്യം വെച്ചതുകൊണ്ടാവാം അവർ ഇവിടെ ഈ പള്ളിപ്പുറത്ത് ഈ വൈപ്പിൻ്റെ ഈ വടക്കേ അറ്റത്ത്, വൈപ്പിൻ കരയുടെ വടക്കേ അറ്റത്ത് ഇങ്ങനെയുള്ളൊരു ഫോർട്ട് നിർമ്മിക്കുവാൻ കാരണം എന്ന് തോന്നുന്നു. എന്തായാലും വലിയ കേടുപാടുകളൊന്നുമില്ല. കാണുമ്പോൾ നമുക്കിതറിയാം, ഇതിനകത്ത് എവിടെ ഇത്രയും പട്ടാളക്കാരൊക്കെ എങ്ങനെ കയറി, നമുക്ക് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, അതെങ്ങനെ കയറിയെന്ന് അറിയത്തില്ല. പക്ഷെ ഇതിൻ്റെ അടിയിൽ മറ്റൊരു പ്രത്യേകത ഉണ്ട്. അതിന് മുമ്പ് നിങ്ങളെ വേറൊരു കാര്യം കാണിക്കാം. ഇത് കണ്ടോ, ഒരു ആഴമുള്ളൊരു കിണർ പോലാണ് കേട്ടോ തോന്നുന്നത്. കിണറാണോ ഇതെന്താണെന്ന് അറിയില്ല, ഒരു കിണർ പോലെയാണ് തോന്നുന്നത്. അങ്ങനൊരു കാര്യം ഇതിനകത്ത് കാണാം. മാത്രമല്ല ഇതിൻ്റെ അടിയിലാണ് ആയുധങ്ങൾ അന്ന് ശേഖരിച്ച് വെച്ചിരുന്നത് ഒക്കെയാണ് പറയുന്നത്. നമുക്ക് അതൊന്ന് നോക്കാം, അടിയിൽ എങ്ങനെയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതേ ഒരു ചെറിയ സ്പേസ്, നല്ലൊരു സ്പേസ് ഉണ്ട് അതിനകത്ത്. അവിടെ ആയിരിക്കാം ആയുധങ്ങളൊക്കെ അവർ സൂക്ഷിച്ച് വെച്ചിരുന്നത്. അപ്പം ഇത്രയും കാഴ്ചകളാണ് പള്ളിപ്പുറം ഫോർട്ടിലുള്ളത്. ഒരു പക്ഷേ നമുക്കറിയാം ഈ സുർക്കി മിശ്രിതം കൊണ്ടൊക്കെ ആയിരിക്കാം ഇത് നിർമ്മിച്ചിരിക്കുക അന്നത്തെ കാലത്ത്. എന്തായാലും കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് പള്ളിപ്പുറം ഫോർട്ടിൻ്റെ അതിൻ്റെ പരിപാലനം. അവർ ഭംഗിയായിട്ട് നോക്കുന്നു വിശ്വസിക്കുന്നു. എന്തായാലും മെയിൻ്റനൻസ് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, എന്നാൽ പോലും വലിയ കേടുപാടുകളില്ലാതെ മനോഹരമായിട്ട് തന്നെ അവരത് പരിപാലനം ചെയ്യുന്നുണ്ട്.
അല്ല ചേട്ടാ, ആ അപ്പം ഈ ശരിക്കും ഇത് എത്ര കനമുണ്ട്? ഞാൻ നോക്കിയപ്പോ ഒരു 6-7 അടി ഉണ്ടല്ലേ? 6-7 അടി അടുത്തുണ്ടാവും. അടുത്തുണ്ടാവും. അത് ചെങ്കല്ലാണ് മൊത്തം. ചെങ്കല്ലാണ്. എനിക്കിത് സുർക്കിയുണ്ട്. സുർക്കി എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാറ് ഡാമൊക്കെ പണിതാക്കണ അതേ സംഭവം. ചുമ്മാ നിൽക്കുന്നതല്ലേ? അതെ, ബലവുമായിട്ട് അന്നത്തെ സുർക്കി മിശ്രിതം. ഈ ശരിക്കും ഇത് എത്ര ഏക്കറുണ്ട് നമ്മുടെ ഈ ഒരു പള്ളിപ്പുറം ഫോർട്ടിന്റെ ഈ ഒരു ഏരിയ? എത്ര ഉണ്ട്? ഇതിപ്പോ ഒരു 1 ഏക്കർ ആണെങ്കിൽ നമുക്ക് കോമ്പൗണ്ട് അല്ലേ? പണ്ട് കാലങ്ങളിൽ ഇത് മൊത്തം ട്രാവൻകൂർ ഗവൺമെന്റിന്റെ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. ഈ ഇപ്പം നമുക്കിപ്പോ ഇപ്പൊ ഒന്ന് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇത് എങ്ങനെയാണ് മേലോട്ടൊക്കെ കയറുക? മെയിൻ്റെനൻസ് ഇപ്പം ഇതിന്റെ 10 വർഷം മുമ്പ് മെയിൻ്റെനൻസ് ചെയ്തത് മറ്റു ഇതൊക്കെ വെച്ച് കെട്ടി നല്ല ഇതിൽ ഈ പൈപ്പില്ലേ, ഇരുമ്പ് പൈപ്പ് ഒക്കെ കെട്ടി മുകളിൽ കയറിയെന്നാണ് ഇതിന്റെ കംപ്ലീറ്റ് മെയിൻ്റെനൻസ് ഒക്കെ. ഇതിന്റെ ഫൗണ്ടേഷൻ ഒക്കെ നമ്മളിപ്പോ പിന്നീടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഫൗണ്ടേഷൻ ഒക്കെ നല്ല സ്ട്രോങ് ആണ്. ഇതുവരെ ഒരു വിള്ളലി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കോണിക്കൽ ഷേപ്പ് ആണല്ലേ ഈ ജനലുകൾക്ക് അല്ലേ? അന്നത്തെ കാലത്ത് പീരങ്കി ഒക്കെ വെക്കാൻ വേണ്ടി വെച്ചിരിക്കും അല്ലേ? അന്നത്തെ ടെക്നോളജി എന്ന് വെച്ചാൽ പോർച്ചുഗീസുകാരുടെ ഒരു ടെക്നോളജി ആയിരുന്നു. ആ ടെക്നോളജിയിലാണ് പണിതിരിക്കുന്നത്. ഈ മറ്റേ നമ്മൾ ഈ ഇതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ആളുകളൊക്കെ എത്ര പേര് വരുന്നുണ്ട്? എല്ലാ ദിവസവും ആളുകൾ വരുന്നുണ്ട്? എങ്ങനെയാണ് ഇതിന്റെ? എല്ലാ ദിവസവും വരുന്നുണ്ട്. പിന്നെ ഈ കോവിഡ് വന്നതിന് ശേഷമാണ് വിദേശീയർ അങ്ങോട്ട് കുറഞ്ഞത്. അതിന് മുമ്പ് നമുക്ക് വിദേശികൾ വരുന്നുണ്ടായിരുന്നു. വിദേശികൾ ഇഷ്ടംപോലെ വരും. ഷിപ്പ് കൊച്ചിയിലെടുക്കുമ്പോ മൊത്തം ആൾക്കാർ ഇങ്ങോട്ട് പോരും. അവർക്ക് ഇതിന്റെ റൂട്ടും നെറ്റിലൊക്കെ കിടപ്പുണ്ടല്ലോ, അതിന്റെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് വരും. ഈ കോവിഡ് വന്നതിന് ശേഷമാണ് ഇതിൽ കുറവായത്. ഈ കമ്പി ഇതിന്റെ ഗേറ്റിലൊക്കെ ഈ ഗേറ്റ് ഒക്കെ പണ്ടത്തെ ഗേറ്റ് തന്നെയാ? ഈ ഗേറ്റ് മാത്രമേ ഉള്ളൂ പണ്ടത്തെ, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതെന്ന് വെച്ചാല് ഇത് വെൽഡ് ചെയ്യാത്ത ഗേറ്റാണ്. വെൽഡിങ് ഇല്ല, ഒറ്റ അച്ചിൽ അങ്ങനെ അച്ചല്ല. പണ്ട് നമ്മിങ്ങനെ ഉരുക്കി ചേർക്കൂല, അവസാരമൊക്കെ ചുരുക്കണം. അങ്ങനെ കൊല്ലന്മാര് ചെയ്തെന്നാണ് പറയുന്നത്. യൂറോപ്യന്മാർ നിർമ്മിച്ച കോട്ടയിൽ ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പഴക്കമുള്ള ഒരു ഫോർട്ടാണ് ഇപ്പോൾ പള്ളിപ്പുറം ഫോർട്ട്. അതോടൊപ്പം തന്നെ കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള കോട്ടകളിൽ, അതായത് ആ കോട്ടകളിൽ തന്നെ നാശനഷ്ടങ്ങൾ വലുതായിട്ട് സംഭവിക്കാത്ത ഒരു ഫോർട്ട്. അപ്പോൾ ഈ 2 പ്രത്യേകതകൾ ഈ ഫോർട്ടിനുണ്ട്. ഈ ഫോർട്ട് പണിതത് 1503 1503 പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ചരിത്രം എന്ന് വെച്ചാൽ 1498 കോഴിക്കോട് കാപ്പാട് വാസ്കോഡ ഗാമ വന്നിറങ്ങിയ അന്നു മുതൽ വ്യാപാരത്തിൻ്റെ കുത്തക നേടിയെടുക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ പോർച്ചുഗീസുകാർ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പോർച്ചുഗീസിലെ പ്രഭുവും നാവികനും പര്യവേഷകനുമായ പെട്രോ അൽവാരസ് കബ്രാൾ എന്ന് പറഞ്ഞ ആള് ഇവിടെ കോഴിക്കോട് എത്തുകയും സാമൂതിരിയായിട്ട് സംസാരിക്കുകയും അങ്ങനെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വ്യാപാരം നടത്താനുള്ളൊരു ശ്രമം അദ്ദേഹം ആരംഭിക്കണം. പക്ഷേ അറബികളുമായിട്ടുള്ള ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രദേശത്ത്. ഒപ്പം സാമൂതിരിയുടെ ഭാഗത്തുനിന്ന് വേണ്ട സഹകരണം ലഭിക്കാത്തതിൻ്റെ പുറത്താണ് അദ്ദേഹം കൊച്ചി രാജ്യത്തെത്തുകയും കൊച്ചി രാജാവുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വൈപ്പിൻകരയുടെ വടക്കേ അറ്റത്ത് ഈ പള്ളിപ്പുറം ഫോർട്ട് പണി കഴിപ്പിക്കുന്നത്. ഈ പള്ളിപ്പുറം ഫോർട്ട് എന്ന് വെച്ചാൽ വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ്. ആ ഒരു കാലഘട്ടത്തിൽ ജലഗതാഗതമാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ പള്ളിപ്പുറം ഫോർട്ട് നിലനിൽക്കുന്നത്. ഈ പള്ളിപ്പുറം ഫോർട്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്. അതോടൊപ്പം തന്നെ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത് കായലാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വടക്ക് ഭാഗം എടുത്തു കഴിഞ്ഞാൽ അഴിമുഖമാണ്. അതായത് പെരിയാർ, കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാർ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം. അപ്പൊ ഈ 3 സ്ഥലവും കാണാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഫോർട്ട് പണിതിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് വെച്ചാല് അറബിക്കടലിലൂടെയുള്ള കപ്പലുകളുടെ ഗതാഗതം അത് നിയന്ത്രിക്കാം. ഒപ്പം ഉൾനാടൻ ചരക്ക് നീക്കങ്ങൾ, പെരിയാർ വഴിയിലുള്ള ഉൾനാടൻ ചരക്ക് നീക്കങ്ങൾ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യമായിരുന്നു പോർച്ചുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്.
പിന്നെ ഈ ഫോർട്ട് എന്ന് വെച്ചാൽ ഒരു സാധാരണ ഫോർട്ടിന്റെ പ്രത്യേകതകൾ ഇല്ലാത്തൊരു ഫോർട്ടാണ്. ഈ ഫോർട്ട് ഒരു കാവൽ നിലയം, അതായത് ഒരു വാച്ച് ടവർ എന്ന രീതിയിലാണ് ഈ ഫോർട്ട് പണിതിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം ഇതിന് ഒരു ഷഡ്ഭുജാകൃതിയാണ്. 6 വശങ്ങളുണ്ട് ഇതിന്. 6 വശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ 18 ദ്വാരങ്ങൾ ഇതിനകത്തുണ്ട്. 3 നിലയാണല്ലേ? 3 നിലയായിട്ട്, അതായത് 3 നിലയായിട്ട് ആണ് ഇത് പണിതേക്കുന്നത്. ഷഡ്ഭുജാകൃതിയിൽ 3 നിലയായിട്ട് 18 ദ്വാരങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ദ്വാരങ്ങൾ എന്ന് സംബന്ധിച്ചാൽ പീരങ്കികൾ വെക്കാനും അല്ല ദൂരദർശിനികൾ വെക്കാനും ഉള്ള സംവിധാനങ്ങളാണ് ഇതിനകത്തുണ്ടായത്. അപ്പൊ ഇതിന്റെ അകത്ത് ഏകദേശം ഒരു 2 മീറ്ററോളം ഉയരത്തിലാണ് ഇതിന്റെ മുകൾത്തട്ട് നിൽക്കണം. തറയുന്നു ഒരു 2-2.5 മീറ്ററോളം ഹൈറ്റിലാണ് ഇതിന്റെ മുകൾത്തട്ട് നിൽക്കുന്നത്. അതിന്റെ അകത്ത് നടുക്കായിട്ട് നമ്മൾ ഒരു സെൻട്രലായിട്ട് ഒരു മരത്തിന്റെ പില്ലർ ഉണ്ടാകും. ആ പില്ലറിൽ പിടിപ്പിച്ചിട്ടുള്ള തട്ടുകളുണ്ട്. അങ്ങനെ തട്ടുകൾ വഴി എന്താണ് ഈ ദ്വാരങ്ങളുടെ അടുത്തോട്ട് എത്താനുള്ള സംവിധാനം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ഇതിന്റെ ഒരു ഒന്നുമില്ല, നശിച്ചു പോയി. പിന്നീട് ഇത് ഗൺ ബോർഡർ സൂക്ഷിക്കുന്ന അറിയണം. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് കെട്ടുകഥകളൊക്കെ ആളുകൾ പറഞ്ഞു പരത്തുന്നുണ്ട്. പക്ഷെ അതെല്ലാം തെറ്റാണ്. ഇത് ഗൺ ബോർഡർ പോർച്ചുഗീസ് ഫോർട്ടിന്റെ ഒരു ഇതുണ്ട്, ഒരു മാതൃകയുണ്ട്. ഇപ്പൊ ചില പള്ളിപ്പുറം ഫോർട്ട് ആയിക്കോട്ടെ, ചേറ്റുവ ഫോർട്ട് ആയിക്കോട്ടെ, അല്ല ഈ ഇതെല്ലാം എല്ലാത്തിലും എന്താണ് ഗൺ ബോർഡർ സൂക്ഷിക്കുന്ന ഒരു അറ. അതിന്റെ ഒരു പ്രത്യേകത, പോർച്ചുഗീസിന്റെ ഫോർട്ടിന്റെ പ്രത്യേകത. അപ്പൊ അതാണത്. ഈ ഫോർട്ട് പണിത് ഞാൻ പറഞ്ഞത് 1503 ഫോർട്ട് പണിതത്. അതിനുശേഷം ഇത് ഡച്ചുകാർ ഇത് 1663 അവർ കീഴടക്കുന്നുണ്ട് ഡച്ചുകാർ. അതിനുശേഷം നമുക്കറിയാം ട്രാവൻകൂറും ഡച്ചുകാരുമായുള്ള യുദ്ധം 1741 നടക്കുന്നുണ്ട്. അങ്ങനെ ഡിലനോയിനെ തടവുകാരനായിട്ട് പിടിക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ ഇടയിൽ ടിപ്പുവിൻ്റെ അറ്റാക്ക് വരുന്നുണ്ട് ഈ പ്രദേശത്ത്. അപ്പോൾ ടിപ്പുവിനെ പ്രതിരോധിക്കാൻ വേണ്ടി ട്രാവൻകൂറുകാരെന്നാണ് ഈ ഫോർട്ടും കോട്ടപ്പുറം ഫോർട്ടും അതിന്മേൽ അവകാശവാദം അവർ ഉന്നയിക്കുകയാണ്, അവർക്ക് വേണമെന്നുള്ളത്. അതേസമയം ടിപ്പു എന്നാണ് ചേറ്റുവ കോട്ട മുതൽ പള്ളിപ്പുറം കോട്ടപ്പുറം കോട്ടയിലും ടിപ്പുവും അവകാശവാദം ഉന്നയിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇവരെന്താ സംഭവിച്ചാല് 1789 ട്രാവൻകൂറിന് ഈ ഫോർട്ട് ഡച്ചുകാർ കൊടുക്കുക. പിന്നീട് ബ്രിട്ടീഷുകാരുടെ അധീനയിലോട്ട് വന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനയിലോട്ട് വരികയും അവരും ഈ 2 സ്ഥലത്ത് താവളം ഉറപ്പിക്കുകയും അതിനുശേഷം പിന്നീട് ആ കമ്പനി ഈ ഇത് ഉപേക്ഷിക്കുന്ന സമയത്ത് ഉപേക്ഷിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് 1909 ട്രാവൻകൂർ ഇത് ഏറ്റെടുക്കുന്നത്. അതിനുശേഷം സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ വരികയും ഇതൊരു സംരക്ഷിത സ്മാരകമായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. അല്ല, ഇങ്ങനെ നിന്നാ മതിയോ? നമുക്കൊരു ഫുഡ് അടിക്കണ്ടേ? ഇന്നത്തെ ഫുഡ് എന്താണ്ടാവില്ലേ നിങ്ങളെല്ലാം വിചാരിച്ചിരിക്കുക? നമുക്ക് ഒന്ന് ചെറായി വരെ പോവാം. അവിടെ നമുക്കായിട്ടൊരു ചേട്ടൻ നല്ല ഫുഡുമായിട്ട് കാത്തിരിപ്പുണ്ട്. എന്താ വാ. അപ്പൊ നമ്മൾ പള്ളിപ്പുറം ഫോർട്ടിൽ പോയി കാഴ്ചകളൊക്കെ കണ്ടു, അതിന്റെ ചരിത്രമൊക്കെ അറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നല്ലതായിട്ട് വിശക്കുന്നുണ്ട്, നമുക്കൊന്ന് പോണം. എങ്ങോട്ടേക്ക് പോണം? അപ്പോഴാണ് ചെറായിലെ നമ്മുടെ പ്രിയപ്പെട്ട സി ചേട്ടനെ വീട്ടിലേക്ക് എത്തുന്നത്. സി ചേട്ടന് ഒരു അസാധ്യ കുക്കാണ്. സി ചേട്ടൻ നമസ്കാരം. നമസ്കാരം. സി ചേട്ടൻ ഒരു ഞാൻ പറഞ്ഞ അസാധ്യ കുക്കാണ്, പാചക വിദഗ്ധനാണ്. സി ചേട്ടന്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സി ചേട്ടാ, എന്താണ് ഞങ്ങൾക്ക് ഇന്ന് ഹെറിറ്റേജ് വൈസിന് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത്? ചെമ്മീനാണ്. നിങ്ങൾ ചെറായിലെ മെയിൻ വിഭവമാണ് കൊഞ്ച്. അല്ല, ഞങ്ങള് ഞാൻ പത്തനംതിട്ടക്കാരനാണ്. കൊഞ്ചെന്ന് പറയും, ചെമ്മീൻ എന്ന് പറയും. അപ്പം ചെമ്മീൻ ഏകദേശം ഇതാണ്. ചെമ്മീൻ വറുത്ത് വെച്ചേക്കാണ്. എങ്ങനെ ഇത് വറുത്തേക്കുന്നത്? ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വറുത്തെടുത്ത് 1 മണിക്കൂർ അതിങ്ങനെ വെച്ചിട്ട് അതിനുശേഷം വറുത്തെടുക്കും, വെളിച്ചെണ്ണ വറുത്തെടുക്കും. ഓക്കെ. അപ്പം എത്ര ക്വാണ്ടിറ്റി കൊഞ്ചുണ്ട്? 1 കിലോ ഉണ്ട്. 1 കിലോ കൊഞ്ചുണ്ട്. അയ്യോ. അപ്പൊ ശരി. അപ്പൊ നമുക്ക് ഇന്ന് കൊഞ്ച് അച്ചാറാണ് ഇടാൻ പോകുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ സി ചേട്ടന്റെ സ്പെഷ്യൽ ചെറായി സ്പെഷ്യൽ കൊഞ്ച് അച്ചാറിലേക്ക് കിടക്കുകയാണ്. അത് എന്തെണ്ണയാണ്? നല്ലെണ്ണയാണ് അല്ലേ? ചൂടായി വരണം അല്ലേ? അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ചൂടാകുമ്പോ ഉലുവ, നമ്മളിവിടെ ഉലുവയുണ്ട്, കടുവുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, കാശ്മീരി പിരിയമുളക് പൊടിയും തമ്മിലുള്ള ഒരു മിക്സ് ഉണ്ട്. ഇത് അച്ചാർ മസാല. ഇതെന്താണ് ഈ പേസ്റ്റ്? ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അടിച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ്. അത് ഏകദേശം എത്ര എടുത്തിട്ടുണ്ട്? 300 ഗ്രാം വീതം. 300 ഗ്രാം വീതം. ഓക്കെ. നമ്മളിപ്പോ ഉലുവ ഇടാൻ പോവാണ്. ഉലുവ എത്ര സ്പൂൺ വേണം? 2 സ്പൂൺ. 2 സ്പൂൺ ഉലുവ ഇട്ടു. പിന്നെ കുറച്ച് കടുക്. ഉലുവയ്ക്ക് ഏകദേശം ഒരു 2 സ്പൂൺ അല്ല 3 സ്പൂൺ അല്ലേ? ഒരു 3 സ്പൂൺ കടുക്. ഇനി ഫ്രൈ ആയി വരുമ്പോ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാൻ പോകാം കേട്ടോ.
ഓക്കെ. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആണ്. അത്യാവശ്യം ഭംഗിയായിട്ട് മൂത്തല ഫ്ലേവർ വരും. ഓഹോ. അത്യാവശ്യം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് മുളക് പൊടിയുണ്ട്, പിരിയനും ഉണ്ട്, കാശ്മീരിയും രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച്. ഓക്കെ. ഒരു 5 സ്പൂൺ കേട്ടോ. 5 സ്പൂൺ രണ്ടിന് മിക്സ്, മുളക് പൊടിയുടെ മിക്സ്, പിരിയനും കാശ്മീരിയും. ഇത് കുറച്ച് അച്ചാർ പൗഡറാണ്, അച്ചാർ മസാലയാണ് അല്ലേ? അതെത്ര വേണം? ഒരു 3 സ്പൂൺ. 3 സ്പൂൺ. ഇപ്പൊ ഇത് വിനാഗിരിയാണ്. വിനാഗിരി ഒഴിച്ച് നമ്മള് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുക്കണം. ഓക്കെ. 1 കിലോ ചെമ്മീൻ, വറുത്ത് വെച്ച ചെമ്മീൻ കേട്ടോ. അതാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത് അല്ലേ ചേട്ടാ? ആഹാ, നല്ല മണം. ഗ്രേവി കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വിനീഗർ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ സെറ്റ് ആവണത്. ഓക്കെ. നല്ല അളവിൽ വിനാഗിരി വേണം അല്ലേ? നല്ല കേടുകൂടാതിരിക്കുമല്ലോ. അച്ചാർ ഏതാണ്ട് പൂർണ്ണതയിലായിട്ടുണ്ട്. അച്ചാർ ഏതാണ്ട് പൂർണ്ണതയിലായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സംഭവം റെഡി. അപ്പൊ നമ്മള് ഈ കൊഞ്ചച്ചാർക്ക് എന്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കും? ചോറിന്റെ കൂടെ, അല്ലെങ്കിൽ നമുക്ക് സൈഡായിട്ട് ഇത് മാത്രം മതി നമുക്ക് കഴിക്കാൻ. അപ്പൊ ഇതിങ്ങനെ ഇനിയും കാര്യം ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ അല്ലെ? കൊഞ്ച് നമ്മൾ വെന്തിരിക്കുകയാണല്ലോ അല്ലെ? അപ്പം നമ്മുടെ ശ്രീചേട്ടന്റെ സ്പെഷ്യൽ കൊഞ്ചച്ചാർ, ചെറായി സ്പെഷ്യൽ കൊഞ്ചച്ചാർ. അപ്പം നമ്മുടെ ശ്രീചേട്ടനോട് റെഡി ആയിട്ടിരിക്കുകയാണ്. ശ്രീചേട്ടന്റെ എന്താ പറയാ, ഇപ്പൊ നമ്മൾ കണ്ട ഒരു കലവിരുത്, ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്ന പോലെ തന്നെയാണ്. ഏത് കലയാണെങ്കിലും പാചക കല വലിയൊരു കലയാണല്ലേ? അപ്പം ആ കലയിലെ അഗ്രഗണ്യനാണ് ശ്രീചേട്ടൻ. ചെറായിക്കാരുടെ പ്രിയപ്പെട്ട ശ്രീചേട്ടനാണ്. ഒത്തിരി പേര് പറഞ്ഞു കേട്ടോ ശ്രീചേട്ടന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏകദേശം അച്ചാർ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കൊഞ്ചച്ചാർ, ചെമ്മീൻ അച്ചാർ എന്ന് പറയും. ചെമ്മീൻ അച്ചാർ എന്നാണ് ഇവിടെ പറയുക അല്ലേ? ഈ ചെമ്മീനും കൊഞ്ചും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഇല്ല, നമ്മുടെ പല സ്റ്റേറ്റിൽ പല ജില്ലയിലും പറയുന്നുള്ളൂ അല്ലേ? അപ്പൊ ഏതായാലും ഇവിടെ ചെമ്മീൻ അച്ചാർ ശ്രീചേട്ടൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനത് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ശ്രീചേട്ടാ. ഓക്കെ. അപ്പൊ ഓക്കെ. അപ്പം ശ്രീചേട്ടന്റെ അനുവാദത്തോടു കൂടി നല്ല ചൂട്. ക്യാമറ ഓഫ് ചെയ്തിട്ട് വേണം നമുക്കിനി ചോറ് കൂട്ടിയത് കഴിക്കാൻ. ഏകദേശം ഈ ഫ്രൈ ആവാൻ എത്ര നേരം എടുത്തു? ഹാഫ് കുക്ക് ആക്കുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് ഹാർഡായി പോകും അല്ലേ? അങ്ങനെ ഹാർഡാവാൻ പാടില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ. ചേട്ടൻ പറഞ്ഞ ഒട്ടും ഹാർഡല്ല. മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ച വിനാഗിരി ടേസ്റ്റ് നന്നായിട്ട് വരില്ല. പക്ഷെ വിനാഗിരി ടേസ്റ്റ് അത്ര ഇല്ല കേട്ടോ, അങ്ങനെ ഒന്നും വരുന്നില്ല. ഇതെനിക്കൊന്ന് കുറച്ചുകൂടി ഇരുന്നാൽ കുറച്ചുകൂടി ഇത് സെറ്റ് ആവും ഇത്. പക്ഷെ സംഭവം പൊളിച്ചു. ചുമ്മാ നല്ല ശ്രീചേട്ടന് ഇത്ര ഡിമാൻഡ്. എന്തായാലും ശ്രീചേട്ടാ, ഞങ്ങൾക്ക് നല്ല ചെമ്മീൻ അച്ചാർ ഇട്ട് തന്നതിന് ഞങ്ങളുടെ ഹെറിറ്റേജ് ബൈറ്റ്സിന്റെയും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും പേരിലെ ഹൃദയം നിറഞ്ഞ തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പം ഇനിയും ഒത്തിരി പേർക്ക് ഇതുപോലെ വിളമ്പി കൊടുക്കുവാൻ സന്തോഷത്തോടെ, ഞങ്ങളെപ്പോലെ സന്തോഷിക്കുക എന്നുള്ളതാണ്, സന്തോഷത്തോടെ വിളമ്പി കൊടുക്കുവാൻ സാധിക്കട്ടെ. ചേട്ടന് മുമ്പോട്ടുള്ള പ്രയാണത്തിലും ഡിഫറെന്റ് ഡിഷസുമായിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് ഇനി എത്തണം. താങ്ക് യു ചേട്ടാ. അപ്പോൾ നമ്മുടെ ഹെറിറ്റേജ് വൈസ് ഇന്നത്തെ നമ്മുടെ പള്ളിപ്പുറം ഫോർട്ടും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീചേട്ടന്റെ നല്ല ചെമ്മീൻ അച്ചാറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, മനസ്സ് നിറഞ്ഞ് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുവിട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.